അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? നാണമില്ലേ ഇങ്ങനെ പറയാം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഹലോ, നമസ്കാരം, വണക്കം, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ട്രെയിലർ ഏതാണ്? രാമായണം. കർക്കിടക മാസമായിട്ട് ഞങ്ങൾ ഭക്തിമാർഗത്തിലാണ്. കുറേ നാളായി ഇപ്പം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ടീസർ കണ്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ബഡ്ജറ്റ് 4000 കോടിക്ക് ചിലവാക്കിയിട്ട് ഒരു സിനിമ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഹോളിവുഡിലൊക്കെ അക്കാഡമിക് അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ ഐമാക്സിലൊക്കെ പോയി കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കർക്കിടക മാസമായിട്ട് നമ്മുടെ ട്രെയിലർ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിന്ന് വെളുപ്പിന് 4:15 റിലീസായ ട്രെയിലർ നമ്മൾ രാത്രി 8 മണിക്ക് റിയാക്ട് ചെയ്യാവോ, അല്ല 9 മണിക്ക് റിയാക്ട് ചെയ്യാവോ? എപ്പോഴായാലും ഓക്കെ കാണാം. കാരണം നമ്മള് ദുബായ്ക്കാർക്ക് എങ്ങനെയാണല്ലോ, നമുക്ക് വൈകുന്നേരം ആണല്ലോ നമ്മുടെ രാവിലെ 4 മണിക്കൊക്കെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാം. നിതേഷ് തിവാരി, ദംഗലിന്റെ ഡയറക്ടർ. സോണി പിക്ചേഴ്സ്. ഇത് DN. ശബ്ദം പോയി. ശിവന്റെ ഒരു ലൈക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയ ശിവന്റെ ഒരു ഇങ്ങനെ പിടിച്ചിട്ടെന്താ കാര്യം? ഐരാവതായിരിക്കും. അത് പോയി, അത് സൂപ്പറായി. നല്ല രസമുണ്ട്. ഭഗവാൻ വിഷ്ണു ഇവിടെ മാത്രമുണ്ട്. ഒന്ന് കാണാൻ വിടലും. मेरा ज्येष्ठ पुत्र രാമന് പെർഫെക്റ്റ് കാസ്റ്റ് ആട്ടത്. विश्व कल्याण के यदि मेरा तो भी मुझे स्वीकार है. അതാണ് എനിക്ക് ഇഷ്ടായി. പഴയ രീതിയിലുണ്ട്. പിന്നെ രാമായണം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നല്ല രസമാണ്. निर्णय में ले चुका हूं. അവരല്ലേ ഇത്? अपने पिता के वचन का पालन करना मेरा कर्तव्य है. तुम्हारे लिए 14 वर्ष का वनवास. ഒരു സീതാ ലുക്ക് ഇല്ല അല്ലേ? എനിക്ക് വരുന്നത്. उस वचन का क्या जो आपने मुझे विवाह के समय दिया. പക്ഷെ ആ സട്ടിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പിടിക്കല്ലേ ഓളെ കൊണ്ട് നന്നായിട്ട് മാച്ച് ആവും. जो भी लिखा ഫസ്റ്റ് ലുക്കിന് ഇതൊക്കെ ഓക്കെയുണ്ട്. കാവ്യ വേഷം വരുമ്പോൾ കുറച്ചുകൂടി മാച്ച് ആവും. जनस्थान की राजकुमारी सूर्पनखा. മറ്റോളല്ലേ ഇത്? ഇറക്കുള്ള പുഷ്പക വിമാനം. राम की मृत्यु साधारण होगी. കണ്ട ഈ സീതാ ലുക്ക്. रावण तीनों लोगों का स्वामी, तो तीनों लोगों के सामने उसका वध करो. ram is not मैं अपनी सीता को वापस लूं. anchor സ്വാത്വിക ഭാഗം. ഒരു സംഭവം എനിക്ക്. പക്ഷേ ഈ സാധനം ഒരു ശിവൻ ലുക്ക്. മേ ബി ശിവൻ ഭക്തനായതുകൊണ്ടാണ് എനിക്കല്ല, പക്ഷെ ഒരു ശിവ ലുക്ക് തോന്നുന്നു. ജഡായു.
ഡാൻസ്. ഓ ശോഭന. ഓ അത് മായാസു. ഹനുമാൻ കാണിച്ചിട്ടില്ല. കുംഭകർണൻ അതൊക്കെ വൃത്തിയായിട്ടല്ല. അത് ചിലപ്പോ നമ്മളിപ്പോ പറയും പോലെയല്ല. ഇത് ഹനുമാനില്ല. ഹനുമാൻ ഇത് കൊറേ സമയമുണ്ട്. ചിലപ്പോ ഞാൻ 4:10 4 മിനിറ്റ് ഉണ്ട് ഇതിന്റെ സാധനം. എന്നിട്ട് അതിൽ ഹനുമാനെ കാണിച്ചിട്ടില്ല. ഹനുമാൻ സസ്പെൻസ് ആണോ? ആരാണ് ഹനുമാൻ? ആരാ ഹനുമാൻ? കാസ്റ്റ് നോട്ടെ. ഹനുമാൻ അറിയില്ല. സണ്ണി ഡിയോളാ. സണ്ണി ലിയോണല്ലോ. സണ്ണി ഡിയോണല്ലേ പറഞ്ഞു. അതിനെന്തിനാ എക്സ്പ്രഷൻ ഇട്ടേ? ഓ അവരെന്തെങ്കിലും അതിന്റെ ലുക്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, അതുകൊണ്ടാവും. പക്ഷെ എനിക്ക് ഭയങ്കര റോങ് കാസ്റ്റിംഗുമായി തോന്നുന്നു. എന്തുവാ എല്ലാവരും ഒന്ന് പോയെ. രാമൻ ഇതിന് രാമൻ മാത്രം ഇതിൽ പെർഫെക്റ്റ്. ബാക്കിയൊന്നും ലക്ഷ്മണനും നല്ല കാസ്റ്റാ. അത് മാച്ച് ആവുന്നുണ്ട്. കാരണം ഇവൻ രാവണനും തൊട്ടത് യശിനൊക്കെ നമ്മൾ ആരാധിക്കും. ആള് ഇഷ്ടൊക്കെയാണ്. പക്ഷെ ഒരു ശബ്ദം അതയാള് ഈ ഭാഗം മാത്രം രാവണന്റെ ലുക്ക് ഉണ്ട്. എങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടും ആ രാവണന്റെ ഒരു നമ്മളൊക്കെ കണ്ടിട്ടുള്ള രാവണൻ എന്ന് പറഞ്ഞു ഭയങ്കര ഗാംഭീര്യവും. അത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള രാവണൻ. ഇത് ആള് ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ആളാണ്. ഓക്കെ മസിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ ഓടി എടുക്കുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. യാഷിന്റെ ഫാൻസ് കയറി മെയ്യും. പിന്നെ നമ്മളെ വീഡിയോ അധികാരം അല്ല അങ്ങനെയല്ല. വെറുതെ ഇത് മറ്റേ ചിലപ്പോ നമ്മള് മറ്റേ മാർക്കറ്റിംഗ്, അതായത് സ്റ്റാർ വാല്യൂ കിട്ടാൻ വേണ്ടി മാത്രം കാസ്റ്റ് ചെയ്താന്നുണ്ട് എനിക്ക്. അത് കേട്ടില്ലേ മറ്റേ നടന് 75 കോടിയും വില്ലന് 150 കോടി. അപ്പൊ പിന്നെ അത് മനസ്സിലായി സ്റ്റാർ വാല്യൂ കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്തു. സ്റ്റാർ വാല്യൂ സ്റ്റാർ വാല്യൂ ഗ്രാഫിക്സ് സോറി പിന്നെ പറയാൻ വിടാത്തത്. സ്റ്റാർ വാല്യൂ രൺബീറിനെക്കാളും സ്റ്റാർ വാല്യൂ യഷ്നാണ് കറന്റ്ലി. അപ്പൊ പിന്നെ ആ പൈസ കൊടുത്തതിന് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. റോങ് കാസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് നാട്ടുകാർക്കല്ലല്ലോ. നിങ്ങളെ കാര്യം പറഞ്ഞാ പോരെ. ശരി. പിന്നെ ഗ്രാഫിക്സ് ഇത്രയും വലിയ അവിടുത്തെ മറ്റോടത്ത് ഗ്രാഫിക്സ് കാര്യമൊക്കെ കൊണ്ടൊന്നും ചെയ്യും. ഓക്കെ കുറെ സ്ഥലത്തൊക്കെ ഓക്കെ. പക്ഷെ അന്ന് എല്ലായിടത്തും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. പക്ഷെ ചില സമയത്ത് പെർഫെക്ഷൻ ഇങ്ങനെ മറ്റേ പണ്ടത്തെ സീരിയലിലെ മരത്തെ ഗ്രാഫിക്സ്. രാമായണത്തിനൊരു ഇതുണ്ട്. രാമായണത്തിന് അതിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവാൻ പറ്റില്ല. വേണ്ട ഫാസ്റ്റും വേണ്ട ഒന്നും വേണ്ട. വിഷ്വലൊക്കെ കാണുമ്പോ ഇപ്പോഴും മറ്റേ സീരിയലിൽ അതങ്ങനെയല്ലേ. അതിൽ എഴുതിയ സാധനം രാമായണം എന്ന് പറഞ്ഞിട്ട് ആൾ എഴുതിയതിൽ കൂടുതൽ ഇപ്പം ഇതിനു മുമ്പേ ആദിപുരുഷനിൽ നമ്മൾ എഴുതിയ രാമായണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈക്ക് അയാളുടെ വേർഷൻ ഓഫ് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരെ അക്സെപ്റ്റ് ചെയ്തിനാ? രാമായണത്തിന് നമ്മൾ കണ്ടു ആ സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നോ പ്രോബ്ലം. പക്ഷെ ചില ഷോട്ടുകൾ ഇപ്പോഴും കാണുമ്പോ പണ്ടത്തെ സീരിയലിൽ അതേ ലുക്കും അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേ എന്താ പറയാ ആ ഒരു മറ്റേ എക്സ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ ടിവിയുടെ ഫ്ലാറ്റ് റേഷ്യോ. 90% എനിക്ക് തോന്നുന്നു രാമായണം ആ ഒരു ഇതിൽ മാത്രമേ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യൂ. നമ്മള് കാരണം നമ്മളെല്ലാരും മൈൻഡിൽ ഒരു രാമായണം ഉണ്ട്. കുറച്ച് സീരിയൽ മിക്സ് ചെയ്തിട്ടുണ്ട് തന്നെ. സീരിയൽ മിക്സ് ചെയ്യാണ്ട് രാമായണം ഓടില്ല. ഇടയിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങാൻ വേണ്ടി കുറച്ച് സീരിയൽ ആ ഒരു മോഡ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി കാരണം അങ്ങനെ രാമായണം ആൾക്കാരെ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതല്ലാണ്ട് ഒരു ടോട്ടൽ വേറൊരു പെർസ്പെക്റ്റീവിൽ വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം എടുക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സാധനം എത്ര രാമന്മാരെ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു 2ാം ഭാഗമായിരിക്കും കുറച്ചുകൂടി നന്നാവുക. മേ ബി അതിലായിരിക്കും കൂടുതൽ പൈസ ഇറങ്ങിണ്ടാവുക. 4000 കോടി. ഇതെങ്ങനെ എത്ര വലിയ കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും 4000 ഒരു 16,000 കോടി കിട്ടണമെങ്കിൽ എന്തോരം ഓടുമായിരിക്കും. നോക്കാലോ. നമ്മളിപ്പോ സ്ക്രീനിൽ കാണാനില്ല ഇതും വെച്ച് നോക്കണ്ട. ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ. അപ്പൊ ശരി, വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി വരുന്നവരേക്കും വന്ദി വണക്കം, നമസ്കാരം, ടാറ്റ, ബൈ ബൈ, സീ യു.